അടുത്തതായി നമ്മുടെ നാടിന് അഭിമാനമായി മാറിയ ഒരു പട്ടാളക്കാരനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. കീർത്തി ചക്ര വരെ നേടിയ അദ്ദേഹത്തിൻ്റെ ധീരതയും ആത്മാർത്ഥതയും രാജ്യസ്നേഹവും നമുക്കും മാതൃകയാക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാം. കാരണം ഇതിന് അർഹതപ്പെട്ട ആൾ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. എൻ്റെ വീട്ടിൽ ഞാൻ 2ാമത്തെ ആളാണ്. എൻ്റെ മൂത്തതൊരു ചേച്ചിയാണ്. ഞാനും അവളും തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചു. അതിന് അച്ഛൻ പറഞ്ഞ കാരണം അമ്മ 2ാമതും ഗർഭിണിയായി നിന്നു. ഒരാളെ തന്നെ മര്യാദയ്ക്ക് പോറ്റാൻ പറ്റുന്നില്ല. അപ്പോഴാണ് 2ാമത്. പക്ഷേ അമ്മയെല്ലാം സഹിച്ചു. ഞങ്ങൾ നല്ലപോലെ വളർന്നു. എനിക്കൊരു 4-4.5 വയസ്സായി. ഒരു ദിവസം രാത്രി അത്താഴ സമയത്ത് എന്തിനാ ഇത് കുഴച്ച് തന്നെ? അമ്മ ഏതെന്താ രുചി വ്യത്യാസം പോലെ? അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് മോളെ. ചികിത്സിക്കാനുള്ള പൈസയില്ല. അമ്മ ഇനി എത്ര കാലം വിചാരിച്ചിട്ടാ നിങ്ങളെ ഓർക്കുമ്പോൾ. അമ്മയ്ക്ക് ഈ ലോകത്ത് നിങ്ങളെ ഒറ്റക്കാക്കി പോവാൻ പേടിയാ മക്കളെ, പേടിയാ. അമ്മ എനിക്ക് വരെ വേണം. അമ്മേ അതെനിക്ക് വരെ വേണം. എങ്ങനെയാ ഞാൻ വളർത്തിക്കോളാം? എന്ത് പണിയെടുത്തിട്ടാണ് ഞാൻ വളർത്തിക്കോളാം? എനിക്ക് വരെ വേണം അമ്മേ, എനിക്ക് വരെ വേണം. എന്റെ പൊന്നു മോനെ, മോനെ, മോനെ. ആർക്കും തരൂല എന്റെ മോനെ. ഏതാനും നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എനിക്കിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളാണ് പറയാനുള്ളത്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരും, വലിയ രോഗങ്ങൾ വരും, സാമ്പത്തികമായി നമുക്കെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അവരെങ്ങനെയും വളർന്നോട്ടെ, അവരെ ആരെങ്കിലും വളർത്തിക്കോട്ടെ, അവരെ ഒരിക്കലും നിങ്ങൾ കൊന്നു കളയരുത്. എൻ്റെ പെങ്ങളുടെ ആത്മവിശ്വാസത്തിന് മുമ്പിൽ മരണത്തിന് പോലും അവളെ തോൽപ്പിക്കാനായി. എനിക്ക് ആത്മവിശ്വാസം പകർന്നു തന്നത്, ഈ ശരീരത്തെക്കാൾ കരുത്തുള്ള ഒരു മനസ്സുണ്ടാക്കി തന്നത്, ആത്മാർത്ഥതയും സത്യസന്ധതയും രാജ്യസ്നേഹവും ദൈവസ്നേഹവും എനിക്ക് പകർന്നു തന്നത് അവളാണ്. അവളെ നിങ്ങളറിയും. ഈ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള മഠത്തിലെ 100 കണക്കിന് അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മയായ നിങ്ങളുടെ സ്വന്തം ജസീന്ത സിസ്റ്റർ, അവളാണ് എൻ്റെ പെങ്ങൾ. അവളെയാണ് നിങ്ങൾ ആദരിക്കേണ്ടത്. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. അവളെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കും.